ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 154 വാല്യം 4. ഈശോ കേസറിയ കടലിലെ കപ്പലിലുണ്ടായിരുന്ന അടിമകളോട് സംസാരിക്കുന്നു. മനോഹരമായ ഒരു നാൽക്കവലയുടെ മധ്യത്തിൽ ഈശോ നിൽക്കുകയാണ്. അവിടെ നിന്നും വീതിയുള്ള ഒരു പാത കടൽ തീരത്തോളം പോകുന്നുണ്ട്. അടുത്ത സമയത്ത് മാത്രമാണ് തുറമുഖത്തു നിന്നും ഒരു പായ്ക്കപ്പൽ പോയത്. കാറ്റും തുഴക്കാരും കൂടി അതിനെ പുറംകടലിൽ എത്തിച്ചിരിക്കുന്നു. മറ്റൊരു കപ്പൽ കരയിലേക്ക് അടുപ്പിക്കാൻ ശ്രമം നടക്കുകയാണ്. നാവികരും തുഴക്കാരും അതിനുവേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നാൽക്കവലയിൽ നിന്നാൽ ആ തുറമുഖം കാണുവാൻ കഴിയുകയില്ല. എങ്കിലും അത് അത്ര ദൂരത്തല്ല. കവലയുടെ ഒരു വശത്ത് വലിയ വീടുകൾ നിരനിരയായി ഉണ്ട്. അവയുടെ അടച്ചുകെട്ടിയ ഭിത്തികളിൽ വാതിലുകൾ കാണ്മാനില്ല. അവിടെങ്ങും കടകളുമില്ല. നാം ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത്? കിഴക്കൻ പ്രദേശത്തേക്ക് പോകേണ്ടതിന് പകരം അങ്ങ് ഇങ്ങോട്ടാണ് വന്നത്. ഇത് പുറജാതിക്കാർ താമസിക്കുന്ന ഒരു ജില്ലയാണല്ലോ. ഇവിടെ അങ്ങ് പറയുന്നത് ആരെങ്കിലും കേൾക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പത്രോസ് പരുഷമായി ചോദിച്ചു. എന്തായാലും നമുക്ക് കടൽക്കരയിലേക്കുള്ള വഴിയുടെ ആ മൂലയിലെത്താം. അവിടെ നിന്ന് ഞാൻ പ്രസംഗിക്കാം. തിരമാലകളോടായിരിക്കും അങ്ങയുടെ പ്രസംഗം. തിരമാലകളും ദൈവത്തിന്റെ സൃഷ്ടികളാണല്ലോ. അവർ അങ്ങോട്ട് പോയി. അവിടെ നിന്നാൽ തുറമുഖം കാണാം. നേരത്തെ പറഞ്ഞ കപ്പൽ പതുക്കെ പതുക്കെ തുറമുഖത്ത് പ്രവേശിച്ചപ്പോൾ യഥാസ്ഥാനത്ത് അടുപ്പിച്ച് അവർ നങ്കൂരമിട്ടു. ഏതാനും നാവികർ തീരത്ത് ഉലാത്തുന്നു. ചില പഴക്കച്ചവടക്കാർ ആ റോമൻ കപ്പലിന്റെ അടുത്ത് ചെന്ന് എന്തൊക്കെയോ വിൽക്കാൻ ശ്രമിക്കുന്നു. അത്രമാത്രം. മതിലിലേക്ക് ചാരി നിന്നുകൊണ്ട് ഈശോ പ്രസംഗിക്കുന്നത് കണ്ടാൽ അത് തിരമാലകളോട് തന്നെയാണെന്ന് തോന്നും. ഈ സംരംഭത്തിൽ അത്രയൊന്നും തൃപ്തി തോന്നാത്ത ശിഷ്യന്മാർ അവിടുത്തെ ചുറ്റും കൂടി. ചിലർ അവിടവിടെ നിന്നു. മറ്റു ചിലർ അങ്ങിങ്ങായി ചിതറിക്കിടന്ന കല്ലുകളിൽ ഇരിക്കുകയും ചെയ്തു. സ്വയം ശക്തരും ആരോഗ്യവാന്മാരും സന്തുഷ്ടരുമാണെന്ന് തോന്നുന്ന ബുദ്ധിശൂന്യന്മാർ ഇങ്ങനെ പറയും: എനിക്ക് യാതൊന്നും ആവശ്യമില്ല, എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ സ്വയം പര്യാപ്തനാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളും ധാർമ്മിക നിയമങ്ങളും എനിക്ക് ബാധകമല്ല. എനിക്ക് ചെയ്യാൻ കഴിയുന്നതെന്തോ അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എന്റെ നിയമം. അത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്ന് ഞാൻ നോക്കേണ്ടത് ആവശ്യമില്ല. ഈശോയുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ഒരു വ്യാപാരി അവിടുത്തെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഈശോ തുടർന്ന് പറഞ്ഞു: ബുദ്ധിയും വിശ്വാസവും ഇല്ലാത്ത സ്ത്രീ പുരുഷന്മാർ ഇങ്ങനെയാവും പറയുക. ഇപ്രകാരം കൂടുതൽ ശക്തിയായി പറയുന്നവർ സാത്താനുമായി അവർക്കുള്ള അടുത്ത ബന്ധം കൂടി തെളിയിക്കുന്നു. കപ്പലിൽ നിന്നും വള്ളങ്ങളിൽ നിന്നുമായി കുറെ പേർ പുറത്തു വന്ന് ഈശോയുടെ അടുത്ത് നിന്നു. അവിടുന്ന് തന്റെ പ്രഭാഷണം ഇങ്ങനെ തുടർന്നു: ഒരു മനുഷ്യൻ തന്റെ വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ടാണ് ദൈവത്തോടും നന്മയോടുമുള്ള ബന്ധം തെളിയിക്കുന്നത്. ജീവിതം സമുദ്രത്തിലെ തിരമാലകൾ പോലെ എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മനുഷ്യന് തോന്നാം. അതായത്, ഒരു നിമിഷത്തിൽ ശാന്തത, തൊട്ടടുത്ത നിമിഷത്തിൽ കൊടുങ്കാറ്റ്. അതുപോലെ ഇന്നത്തെ അധികാരവും സമ്പത്തുമൊക്കെ പോയി മറിഞ്ഞിട്ട് നാളെ കഷ്ടതയും അപ്രാപ്തിയും പ്രത്യക്ഷപ്പെട്ടേക്കാം. ഇത്തരം ഒരു സാഹചര്യത്തിൽ ദൈവവുമായി ഐക്യപ്പെടാത്ത ഒരു മനുഷ്യന് എന്താണ് ചെയ്യാൻ കഴിയുക? ഈ കപ്പൽ ജോലിക്കാരിൽ എത്രയോ പേർ ഒരു കാലത്ത് സന്തുഷ്ടിയോടും ശക്തിയോടും കഴിഞ്ഞവരാണ്. എന്നാൽ ഇന്ന് അവരിൽ പലരും അടിമകളും കുറ്റവാളികളുമായി കരുതപ്പെടുന്നു. കുറ്റവാളികൾ രണ്ട് തരത്തിൽ അടിമകളാണ്. ഒന്നാമതായി, മാനുഷിക നിയമങ്ങളുടെ അടിമകളാണ് അവർ. ലംഘകരെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്നവയാണ് ഈ നിയമങ്ങൾ. രണ്ടാമതായി, ഇവ സാത്താന്റെ അടിമകളാണ്. ഇങ്ങനെയുള്ളവർ പശ്ചാത്തപിക്കുകയോ കുറ്റകൃത്യങ്ങളെ വെറുക്കുകയോ ചെയ്യുന്നില്ല. ഹേ ഗുരോ, അങ്ങ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. അങ്ങയ്ക്ക് എന്നെ അറിയാമോ? ദൈവം നിന്നിലേക്ക് വരികയാണ്. പബ്ലിയൂസ് ക്വിന്റിലിയാനോസ്, ഇതാ ഞാൻ വന്നു കഴിഞ്ഞു. കണ്ടാലും. അങ്ങ് ഇവിടെ ഈ റോമൻ ജില്ലയിലാണല്ലോ ഉള്ളത്.
അങ്ങയെ ഒരിക്കൽ കൂടി കാണാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. എങ്കിലും അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്. ആ കപ്പലിൽ തുഴയുമായി ബന്ധിക്കപ്പെട്ട ധാരാളം പേർ ഇനിയുമുണ്ടോ? ഉണ്ട്, അനവധി പേരുണ്ട്. മിക്കവരും യുദ്ധത്തടവുകാരാണ്. അങ്ങയ്ക്ക് അവരുടെ കാര്യത്തിൽ താല്പര്യമുണ്ടോ? എനിക്ക് അങ്ങോട്ട് വന്നാൽ കൊള്ളാമെന്നുണ്ട്. വരൂ, ദയവായി മറ്റുള്ളവർ മാറി നിൽക്കണം. അവിടെ നിന്ന് ജനങ്ങളോട് ഒരാൾ കർശനമായി പറഞ്ഞപ്പോൾ അതും ഇതും പറഞ്ഞുകൊണ്ട് പിന്നോക്കം മാറി നിന്നു. ഈശോ അയാളോട് പറഞ്ഞു, അവരെ ബുദ്ധിമുട്ടിക്കേണ്ട. ജനത്തിരക്കുമായി യോജിച്ചു പോകാൻ എനിക്ക് നല്ല പരിചയമുണ്ട്. അങ്ങ് ഇവിടം വരെ വന്നാലും ഇതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. കാരണം ഇതൊരു പട്ടാളക്കപ്പലാണ്. ഇത് ധാരാളം മതി. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈശോ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു റോമാക്കാരൻ തന്റെ ആഡംബരമുള്ള യൂണിഫോമുമായി ഒരു കാവൽക്കാരനെ പോലെ അദ്ദേഹത്തിന്റെ സമീപത്ത് നിന്നു. നിർഭാഗ്യവശാൽ അടിമകളായി തീർന്നവർ ഒരിക്കൽ മാത്രമേ അടിമകളായി തീരുന്നുള്ളൂ. എങ്കിലും ജീവിതകാലം മുഴുവൻ അവർ അടിമകളായി കഴിയേണ്ടി വരുന്നു. അവരുടെ ഓരോ തുള്ളി കണ്ണുനീരും അവരെ വേദനിപ്പിക്കുന്ന ഓരോ അടിയും ദൈവം അറിയുന്നുണ്ട്. തന്റെ പാവപ്പെട്ട ദുഃഖിതരായ ഈ മക്കളെ അവിടുന്ന് സ്നേഹിക്കുന്നു. ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദനയ്ക്ക് പകരമായി അവർക്ക് അവിടുന്ന് സന്തോഷം പ്രദാനം ചെയ്യും. കപ്പലിന്റെ കൈവരികൾക്കിടയിലൂടെ ഈശോയെ നോക്കിക്കൊണ്ട് അവിടുന്ന് പറയുന്നത് ജീവനക്കാർ ശ്രദ്ധിച്ചു. അക്കൂട്ടത്തിൽ അടിമകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈശോയുടെ ശക്തിയുള്ള വചനങ്ങൾ അവരുടെ പക്കൽ എത്തിയിരുന്നു. ഒരു പട്ടാളക്കാരൻ വന്ന് പബ്ലിയുസ് ക്വിന്റിലിയാനുസിനെ വിളിച്ചുകൊണ്ടുപോയി. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ഈ അടിമകളോട് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ നിർഭാഗ്യം അവസാനിക്കാൻ പോവുകയാണ്. അവരുടെ ഈ വേദന ഒരഗ്നിജ്വാലയായി വളർന്ന് ഈ ബന്ധനത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കും. ജീവിതത്തിന്റെ ഈ ബന്ധനത്തിൽ നിന്ന് അവർ മോചിതരാവും. ദൈവത്തിൽ ചെന്ന് ചേരുക എന്നതായിരിക്കും അവരുടെ അന്ത്യാഭിലാഷം. അന്ധകാരത്തിന്റെയും കൊടുങ്കാറ്റിന്റെയും ഭയത്തിന്റെയും വേദനയുടെയും കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഈ ദിനത്തിൽ നിന്ന് അവർ പ്രകാശത്തിന്റെയും പ്രശാന്തതയുടെയും സന്തോഷത്തിൻ്റെതുമായ ഒരു ദൈവീക ദിനത്തിലേക്ക് പ്രവേശിക്കും. ഈ കഷ്ടതകളിലും നല്ലവരായിരിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന അല്ലയോ രക്തസാക്ഷികളെ, നിങ്ങൾ മഹത്തായ സമാധാനത്തിലേക്കും പറുദീസായുടെ അനന്തമായ സ്വാതന്ത്ര്യത്തിലേക്കും പ്രവേശിക്കും. പബ്ലിയുസ് ക്വിന്റിലിയാനുസ് വേറെ ചില പടയാളികളോടൊപ്പം തിരിച്ചെത്തി. അതിന് പിന്നാലെ ഒരു മഞ്ചലുമായി ഏതാനും അടിമകൾ എത്തി. പടയാളികൾ അത് ഒതുക്കി നിർത്തി. ഈശോ പ്രഭാഷണം തുടർന്നു. ദൈവം ആരാണ്? ഇത് അറിഞ്ഞുകൂടാത്ത പുറജാതികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ദൈവം ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത മനുഷ്യ മക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ കാടുകളിൽ നിങ്ങൾക്ക് കപട ദൈവങ്ങൾ ഉണ്ടാവാം. ഏതൊരു മനുഷ്യാത്മാവും സ്വാഭാവികമായി ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടെന്നാൽ അതിന് സ്വർഗത്തെപ്പറ്റി ഓർമ്മയുണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് സത്യദൈവത്തെ കണ്ടെത്താൻ കഴിയുകയില്ല. ആ ദൈവമാണ് നിങ്ങളുടെ ശരീരത്തിൽ ഒരു ആത്മാവിനെ നിക്ഷേപിച്ചത്. ഇസ്രായേൽക്കാരായ ഞങ്ങളുടെ ആത്മാവിന് തുല്യമായ ആത്മാവാണ് നിങ്ങളുടേതും. നിങ്ങളെ കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്ന റോമാക്കാരുടെ ആത്മാവിന് തുല്യമാണ് നിങ്ങളുടെ ആത്മാവും. സത്യദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന നല്ല ആത്മാക്കൾക്കുള്ള അതേ കടമകളും അവകാശങ്ങളും നിങ്ങളുടെ ആത്മാക്കൾക്കും ഉണ്ട്. അത്ര തന്നെ വിശ്വസ്തത നിങ്ങൾ ദൈവത്തോട് പുലർത്തണം. ഇന്നേ വരെ നിങ്ങൾ ആരാധിച്ച ദൈവത്തെ അഥവാ ദൈവങ്ങളെപ്പറ്റി നിങ്ങൾ നിങ്ങളുടെ അമ്മയിൽ നിന്നാവും പഠിച്ചത്. എന്നാൽ ആ ദൈവം നിങ്ങളെ ഈ കഷ്ടതയിൽ നിന്നും ഇതേവരെ വിടുവിച്ചില്ല. അനുദിനം കഷ്ടതയിൽ കഴിയുന്ന നിങ്ങൾ ആ ദൈവത്തെ വെറുക്കുകയും പഴിക്കുകയും ചെയ്യുന്നുണ്ടാവും. എന്നാൽ സത്യദൈവത്തെ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല. യഥാർത്ഥ ദൈവം സ്നേഹപൂർണനും നന്മയുടെ മൂർത്തീകരണവുമാണ്. നിങ്ങളുടെ ദൈവങ്ങൾ അങ്ങനെയാണോ? അല്ല.
അവർ അങ്ങനെയല്ല. അവർ നിർദ്ദയരും ക്രൂരന്മാരും കാപട്യക്കാരും ദുഷ്ടന്മാരും കള്ളന്മാരുമാണ്. ഇപ്പോൾ അവർ നിങ്ങളെ മറന്നു കഴിഞ്ഞിരിക്കുന്നു. സ്നേഹത്തിൻ്റെതായ പ്രത്യാശയോ ഈ കഷ്ടതയ്ക്ക് ശേഷം അല്പം ആശ്വാസം ലഭിക്കുമെന്ന ഉറപ്പോ തരാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ ദൈവങ്ങൾ നിലനിൽക്കുന്നില്ല. സ്നേഹവാനും നന്മയുടെ മൂർത്തീകരണവുമായ സത്യദൈവത്തിന് ഇതെല്ലാം ഉറപ്പു തരാൻ കഴിയും. കാരണം അവിടുന്ന് നിലനിൽക്കുന്നു. കാരണം അവിടുന്നാണ് ഈ കാണുന്ന ആകാശത്തെയും സമുദ്രങ്ങളെയും പർവ്വതങ്ങളെയും വനങ്ങളെയും സസ്യങ്ങളെയും പുഷ്പങ്ങളെയും ജന്തുക്കളെയും മനുഷ്യരെയും എല്ലാം സൃഷ്ടിച്ചത്. കാരുണ്യവാനും സ്നേഹവാനുമായ അവിടുന്നാണ് ഈ ലോകത്തിലെ പാവപ്പെട്ടവരോട് കാരുണ്യവും സ്നേഹവും കാണിക്കുവാൻ പോരാളികളെ പ്രേരിപ്പിക്കുന്നത്. അല്ലയോ പ്രബലന്മാരായ മുതലാളിമാരെ, നിങ്ങളെല്ലാം ദൈവത്തിന്റെ മക്കളാണെന്ന കാര്യം ഓർക്കുക. നിർഭാഗ്യവശാൽ നിങ്ങളുടെ അടിമകളായി തീർന്നിരിക്കുന്നവരോട് നിങ്ങൾ ക്രൂരമായി പെരുമാറരുത്. അവരോട് നിങ്ങൾ മനുഷ്യത്വത്തോടെ പെരുമാറുക. മനുഷ്യൻ പലതവണ പാപം ചെയ്യുന്നു. രഹസ്യമായിട്ടെങ്കിലും പാപം ചെയ്യാത്ത ഒരുത്തൻ പോലുമില്ല. എന്നാൽ നിങ്ങളുടെ തെറ്റുകൾക്ക് നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അതിനാൽ നിർഭാഗ്യവാന്മാരായ നിങ്ങളുടെ സഹോദരന്മാരോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം. മനുഷ്യനീതി സംശയാസ്പദമായ രീതിയിലാണ് നിർണയിക്കുന്നത്. ദൈവനീതിയും അതുപോലെ ആയിരുന്നെങ്കിൽ എത്ര ഭയങ്കരമായിരുന്നേനെ. പാപികളാണെന്ന് പുറമെ തിരിച്ചറിയാൻ കഴിയാത്ത പാപികളുണ്ട്. അതേസമയം പാപികളായി കരുതപ്പെടുന്ന പരിശുദ്ധന്മാരുമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിക്കരുത്. സഹോദരന്മാരെ ദ്വേഷിക്കുന്ന നീതികെട്ട മനുഷ്യരോടുള്ള കടുത്ത ഒരു ചോദ്യമായിരിക്കും അത്. ചില മനുഷ്യർ യഥാർത്ഥത്തിൽ പാപികളാണ്. എന്നാൽ പാപത്തെ ലഘുവായി കാണുന്ന സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അവർ പ്രേരിതരായിത്തീരുന്നു. അതിനാൽ ഈ കപ്പലിന്റെ ചുമതല വഹിക്കുന്ന നിങ്ങൾ കൂടുതൽ മനുഷ്യസ്നേഹമുള്ളവരായി തീരുവിൻ. മനുഷ്യനീതിക്കുപരിയായി ദൈവനീതി എന്ന ഒന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കുവിൻ. രാജാക്കന്മാരെയും അടിമകളെയും പാറകളെയും മണൽത്തരികളെയും സൃഷ്ടിച്ച സത്യദൈവത്തിന്റെ നീതിയാണത്. അവിടുന്ന് ഈ തുഴക്കാരെയും ജീവനക്കാരുടെ മേൽനോട്ടക്കാരെയും ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം കൂടാതെ ക്രൂരത കാണിക്കുന്ന പക്ഷം നിങ്ങളും പീഡിപ്പിക്കപ്പെടും. സത്യദൈവത്തിന്റെ മിശിഹായും യേശുക്രിസ്തുവുമായ ഞാൻ ദൃഢസ്വരത്തിൽ പറയുന്നു, അവിടുന്ന് നിങ്ങളെ മരണാനന്തരം നിത്യമായ ഒരു കപ്പലിൽ ബന്ധിക്കും. രക്തദാഹികളായ ദുർഭൂതങ്ങൾ നിങ്ങളെ ചാട്ടവാർ കൊണ്ട് അടിക്കും. നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രകാരം നിങ്ങളും പീഡിപ്പിക്കപ്പെടും. മാനുഷിക നിയമപ്രകാരവും കുറ്റവാളി ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതനുസരിച്ചായാലും നിങ്ങൾ പരിധികൾ മറികടക്കാൻ പാടില്ലായിരുന്നു. ഒരു കാര്യം ഓർക്കണം, ഇന്ന് അതിശക്തനായവൻ നാളെ ദയനീയ സ്ഥിതിയിലാവും. ദൈവം മാത്രമാണ് നിത്യനായുള്ളവൻ. നിങ്ങളുടെ മാനസാന്തരമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സർവോപരി ബന്ധനങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ മോചിപ്പിക്കും. സ്വാതന്ത്ര്യം തിരികെ തന്ന് നിങ്ങളെ ഞാൻ സ്വദേശത്തേക്ക് അയക്കും. എന്നാൽ അടിമകളായ സഹോദരന്മാരെ, നിങ്ങൾക്ക് എന്റെ മുഖം കാണാൻ കഴിയുകയില്ല. മുറിവേറ്റ് നീറുന്ന സ്വന്തം ഹൃദയങ്ങൾ മാത്രമാണ് നിങ്ങൾ കാണുന്നതെന്ന് എനിക്കറിയാം. അടിമകളായ നിങ്ങൾക്ക് ലോകത്തിന്റെ സ്വാതന്ത്ര്യവും പിതൃഗൃഹവുമല്ല ഞാൻ തരുന്നത്. അതിലും മഹത്വമുള്ള ഒരു സ്വാതന്ത്ര്യവും പിതൃഗൃഹവും നിങ്ങൾക്ക് ഞാൻ തരും. നിങ്ങൾക്ക് വേണ്ടി ഞാനും ഒരു തടവുകാരനായി തീർന്നിരിക്കുകയാണ്. ഞാനും എന്റെ പിതൃഗൃഹത്തിൽ നിന്നും അകലെയാണ്. എന്നെ പണയമായി നൽകി നിങ്ങളെ ഞാൻ മോചിപ്പിക്കാം. എന്തെന്നാൽ മറ്റുള്ളവർ കരുതും പോലെ നിങ്ങൾ ലോകത്തിന്റെ അപമാനമല്ല. നേരെ മറിച്ച് യുദ്ധത്തിന്റെയും നീതിയുടെയും അതിർവരമ്പുകളെ അതിലംഘിക്കുന്ന മനുഷ്യർ നിങ്ങളുടെ പേരിൽ ലജ്ജിക്കുകയാണ് വേണ്ടത്. ഞാൻ നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു പുതിയ നിയമവും
സ്വർഗത്തിൽ സന്തുഷ്ടമായ ഒരു വാസസ്ഥാനവും സൃഷ്ടിക്കും. അല്ലയോ വിലപിക്കുന്നവരായ ദൈവമക്കളെ, നിങ്ങൾ എന്റെ നാമം ഓർക്കുക. ഞാൻ നിങ്ങളുടെ സ്നേഹിതനാണ്. വേദനകളിൽ നിങ്ങൾ എന്റെ നാമം ആവർത്തിച്ച് ഉരുവിടുക. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്നെ ലഭിക്കുമെന്ന് തീർച്ചയാണ്. ഈ ഭൂമിയിൽ വച്ച് നാം പരസ്പരം കണ്ടിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ സംഭവിക്കും. രക്ഷകനും നിങ്ങളുടെ സ്നേഹിതനുമായ യേശുക്രിസ്തുവാണ് ഞാൻ. സത്യദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. താമസം വിന നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. ഒരു വലിയ ജനക്കൂട്ടം, അവരിൽ അധികവും റോമാക്കാരാണ്, ഈശോയുടെ ചുറ്റുമായി സ്ഥാനം പിടിച്ചു. അവിടുത്തെ പുതിയ ആശയങ്ങൾ അവരെ അത്ഭുതപ്പെടുത്തി. ദൈവമേ, ഇതെന്തൊരത്ഭുതം! മുമ്പ് ഒരിക്കലും ചിന്തിക്കുക കൂടി ചെയ്തിട്ടില്ലാത്ത പുതിയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാൻ അവിടുന്ന് ഇടയാക്കിയിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞാൻ കരുതുന്നു. വ്യാകുലചിത്തനായ പബ്ലിയൂസ് കൊന്റിലിയാനോസ് ഈശോയെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സ്നേഹിത, അത് അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ തന്റെ ആലോചനാശക്തി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അവൻ എന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്നേനെ. ദൈവമേ, ദൈവമേ, എന്തൊരത്ഭുതകരമായ വാക്കുകൾ! അവയൊന്നും ഞാൻ മറക്കുകയില്ല. മനുഷ്യൻ തന്റെ ആലോചനാശക്തി ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്നിങ്ങനെ അവിടുന്ന് പറഞ്ഞല്ലോ. അതെ, അവൻ എന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്നേനെ. അത് ശരിയാണ്. അങ്ങ് സത്യമായും ഒരു മഹാത്മാവാണ്. അത് അങ്ങേക്ക് അറിയാമോ? ആഗ്രഹമുള്ള ഏതൊരാൾക്കും ദൈവവുമായി ഐക്യപ്പെടാൻ കഴിയുമെങ്കിൽ എന്നെപ്പോലെ മഹാത്മാവായി തീരാൻ കഴിയും. ആ റോമാക്കാരൻ ദൈവമേ, ദൈവമേ എന്ന് അത്ഭുതപൂർവം ആവർത്തിച്ചുകൊണ്ട് ഈശോയുടെ വാക്കുകൾ പൂർവാധികം ശ്രദ്ധയോടെ കേട്ടു. അപ്പോൾ ഈശോ അയാളോട് പറഞ്ഞു, കപ്പലിൽ അടിമകളായി കഴിയുന്നവർക്ക് ഞാൻ അല്പം ആശ്വാസം നൽകട്ടെയോ? എന്റെ പക്കൽ അല്പം പണവും കുറെ പഴങ്ങളും പിന്നെ കുറെ സമാധാനവും ഒക്കെയുണ്ട്. ഇതൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ അവരെ സ്നേഹിക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കുമല്ലോ. അതൊക്കെ ഇങ്ങ് തന്നാൽ മതി, ഞാൻ കൊടുത്തുകൊള്ളാം. അല്ലെങ്കിൽ ഇതൊക്കെ ഭംഗിയായി ചെയ്യാൻ കഴിയുന്ന ഒരു സ്ത്രീ അതിലുണ്ട്, അവരെ ഏൽപ്പിക്കാം. പബ്ലിയൂസ് മഞ്ചലിന്റെ അടുത്തേക്ക് ചെന്ന് തിരശീല അല്പം ഉയർത്തി സംസാരിച്ചിട്ട് തിരികെ വന്ന് ഇപ്രകാരം പറഞ്ഞു, അത് ചെയ്യാനുള്ള അധികാരം എനിക്ക് ലഭിച്ചിരിക്കുന്നു. തടവുകാർ ഇത് മുതലെടുക്കാതിരിക്കാൻ വേണ്ടി വിതരണത്തിന്റെ ചുമതല ഞാൻ ഏറ്റുകൊള്ളാം. യുദ്ധത്തിൽ അടിമകളായി പിടിക്കപ്പെട്ടവരോട് റോമാ സാമ്രാജ്യത്തിലെ ഒരു പടയാളി കാരുണ്യപൂർവ്വം പെരുമാറുന്ന ഒരേ ഒരു സംഭവമായിരിക്കും ഇത്. ആദ്യ സംഭവമായിരിക്കാം, എന്നാൽ ഒരേ ഒരു സംഭവമായിരിക്കുകയില്ല. അടിമകളില്ലാത്ത ഒരു ദിവസം വരുന്നുണ്ട്. അതിനു മുമ്പായി എന്റെ ശിഷ്യന്മാർ ബന്ധിതരുടെയും അടിമകളുടെയും അടുത്ത് പോവുകയും അവരെ സഹോദരന്മാരെ എന്ന് വിളിക്കുകയും ചെയ്യും. അടിമകൾക്ക് വേണ്ടി വീഞ്ഞും പഴങ്ങളും മറ്റും ശേഖരിക്കാമല്ലോ എന്ന പ്രതീക്ഷയോടെ പബ്ലിയൂസ് കാത്തു നിൽക്കവേ, ദൈവമേ, ദൈവമേ എന്ന് ജനങ്ങൾ അത്ഭുതപൂർവ്വം ആവർത്തിച്ച് പറയുന്നത് അയാൾ കേട്ടു. കപ്പലിലേക്ക് തിരികെ പോകും മുമ്പ് ആ പടയാളി ഈശോയുടെ കാതുകളിൽ ഇങ്ങനെ മന്ത്രിച്ചു, ക്ലൗഡിയ പ്രോക്കുള ആ മഞ്ചലിൽ ഉണ്ട്. അങ്ങയുടെ വാക്കുകൾ ഇനിയും കേൾക്കണമെന്ന് ആ മഹതിക്ക് ആഗ്രഹമുണ്ട്. കൂടാതെ അങ്ങയോട് എന്തോ ചോദിക്കാനും അവർ ആഗ്രഹിക്കുന്നു. ദയവായി അങ്ങോട്ട് ചെന്ന് അവരെ കണ്ടാലും. ഈശോ മഞ്ചലിന്റെ അടുത്തേക്ക് ചെന്നു. 30 വയസ്സ് പ്രായം വരുന്ന സുന്ദരിയായ ഒരു യുവതി മഞ്ചലിന്റെ തിരശീല അല്പം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഗുരു, നമസ്കാരം. വിവേകം ലഭിക്കാനുള്ള അഭിലാഷം നിനക്കുണ്ടാവട്ടെ. ഒരു ആത്മാവ് സ്വർഗത്തെ അനുസ്മരിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞല്ലോ. ഞങ്ങളിലുള്ള ആ വസ്തു നിത്യമാണോ? അതെ, അത് നിത്യമാണ്. അതുകൊണ്ടാണ് ആത്മാവ് ദൈവത്തെ അനുസ്മരിക്കുന്നത്. തന്റെ സൃഷ്ടാവായ ദൈവത്തെ അത് അനുസ്മരിക്കുന്നു. ആത്മാവെന്നത് എന്താണ്? മനുഷ്യന്റെ യഥാർത്ഥമായ അന്തഃസത്തയാണ് ആത്മാവ്.
ക്ലൗഡി കുടുംബത്തിലെ ഒരംഗമായതിനാൽ നീ പ്രശസ്തയാണ്. ഏതൊരു മനുഷ്യന്റെയും സ്ഥിതി ഇങ്ങനെയാണ്. എന്തെന്നാൽ അവൻ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലൗഡി കുടുംബത്തിന്റെ രക്തമാണ് നിന്റെ ഞരമ്പുകളിൽ കൂടി ഒഴുകുന്നത്. നിന്റെ പ്രശസ്തമായ കുടുംബത്തിന് ഒരു തുടക്കവും ഒടുക്കവും ഉണ്ട്. മനുഷ്യനിൽ ആത്മാവുള്ളതിനാൽ അവനിൽ ദൈവത്തിന്റെ രക്തമാണുള്ളത്. എന്തെന്നാൽ ആത്മാവെന്നത് ആധ്യാത്മികമായ രക്തമാണ്. മനുഷ്യനിൽ സ്രഷ്ടാവും നിത്യനും സർവശക്തനുമായ പരിശുദ്ധനുമായ പരമാത്മാവിന്റെ ആധ്യാത്മിക രക്തമാണ് മനുഷ്യന്റെ ആത്മാവ്. ദൈവവുമായി താതാത്മ്യമുള്ള ഈ ആത്മാവ് മനുഷ്യനിൽ വസിക്കുന്നിടത്തോളം കാലം അവൻ നിത്യനും ശക്തനും പരിശുദ്ധനുമായിരിക്കും. ഞാനൊരു പുറജാതിക്കാരിയാണ്, എനിക്ക് ആത്മാവില്ല. നിനക്ക് നിശ്ചയമായും ആത്മാവുണ്ട്, എന്നാൽ അത് നിർജീവാവസ്ഥയിലാണ്. അതിനെ സത്യത്തിനും നിത്യജീവനും അഭിമുഖമായി ഉണർത്തുക. ഗുരു, ഞാൻ പോകട്ടെ? ശരി, അങ്ങനെയാവട്ടെ. നീതി നിന്നെ കീഴടക്കാൻ ഇടവരട്ടെ. ഈ സംഭാഷണത്തിന് ശേഷം ഈശോ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ കണ്ടതുപോലെ ഇവിടെയും ഞാൻ പറയുന്നത് കേൾക്കാൻ ആളുകളുണ്ട്. ശരിയാണ്, ആ റോമാക്കാരൊഴികെ ആരെങ്കിലും അങ്ങ് പറഞ്ഞത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമോ? അവരെല്ലാം വെറും കാടന്മാരാണ്. ആര്? അവരെല്ലാമോ? സമാധാനം അവരോട് കൂടിയുണ്ട്. പല ഇസ്രായേൽക്കാരെയുംകാൾ അധികമായി അവരെന്നെ ഓർമ്മിക്കും. നമുക്ക് ഭക്ഷണം ഒരുക്കി വച്ചിരിക്കുന്ന ഗൃഹത്തിലേക്ക് നമുക്കിനി പോകാം. ഗുരു, അങ്ങ് ആ രോഗിയെ സുഖമാക്കിയപ്പോൾ എന്നോട് സംസാരിച്ച അതേ സ്ത്രീ തന്നെയാണിത്, യോഹന്നാൻ പറഞ്ഞു. ഇവിടെയും ആരെങ്കിലും നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും. എന്നാൽ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് അത്ര താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഞാൻ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നിട്ടുള്ളത്. ഞാൻ നിങ്ങളെ ഒരുക്കിയെടുക്കുന്നത് സമസ്ത ജനങ്ങളെയും സേവിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളുടെ ഈ ഗുരുവിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ വച്ചുകൊള്ളുക. എത്ര നിസ്സാരമായിരുന്നാലും ഈ ഓരോ സംഭവവും അപ്പസ്തോലിക പ്രവർത്തനത്തിന് സഹായകമായ എന്തെങ്കിലും പാഠം നിങ്ങളെ പഠിപ്പിക്കും. ആരും മറുപടിയൊന്നും പറയാതിരുന്നപ്പോൾ വിഷാദപൂർവമായ ഒരു ചെറു ചിരി ഈശോയുടെ ചുണ്ടുകളിൽ വിടർന്നു. ഇന്ന് രാവിലെ അത്തരം ഒരു ചിരി ഈശോ എനിക്കും സമ്മാനിച്ചു. ഞാൻ അഗാധമായ നിരാശയിലായിരുന്നു. ഒരുപാട് കാര്യങ്ങളുടെ പേരിൽ ഞാൻ കരയാൻ തുടങ്ങി. നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ ക്ഷീണം, ഈ എഴുതിക്കൂട്ടുന്നതൊക്കെ പ്രയോജനകരമാവുമോ എന്ന ഭീതി, ഇങ്ങനെ പലതും. കരഞ്ഞുകൊണ്ട് തന്നെ എന്റെ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിച്ചു. കാരുണ്യവാനായ അവിടുന്ന് എനിക്ക് മാത്രമായി എത്തി. എന്നെ ദുഃഖിപ്പിക്കുന്നത് എന്താണെന്ന് അവിടുന്ന് ചോദിച്ചു. ഈ ലോകത്തെയും ഇതിന്റെ നിസ്സാരതകളെയും മറക്കുക എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിധം ഈശോ തോളുകൾ വെട്ടിച്ചു. അവിടുന്ന് എന്നെ തലോടിക്കൊണ്ട് പറഞ്ഞു, എന്തുണ്ടായി? എന്നെ ഇനി ഒട്ടും സഹായിക്കുവാൻ നീ തയ്യാറില്ലേ? ഈ ലോകത്തിന് എന്റെ വാക്കുകൾ അറിയാൻ താല്പര്യമില്ലേ? നീ കേൾക്കുന്ന ഈ വാക്കുകൾ വിശ്വാസമുള്ള ഓരോരുത്തരോടും ആവർത്തിച്ച് പറയുക. അത് എനിക്ക് സന്തോഷകരമാണ്. അപ്പസ്തോലിക പ്രവർത്തനങ്ങളിൽ മടുപ്പോ? മറ്റ് ജോലികളേക്കാൾ ഇത് മുഷിപ്പിക്കുന്നതോ? ഏറ്റവും പ്രശാന്തമായ ദിവസത്തിന്റെ പ്രകാശത്തെയും ഏറ്റവും മധുരകരമായ ഭക്ഷണത്തിന്റെ മാധുര്യത്തെയും അത് കവർന്നെടുക്കുന്നു. ഈ ലോകത്തിലുള്ളതെല്ലാം ചാരവും അഴുക്കും ഛർദിയും കയ്പുമായി മാറുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ആത്മാവേ, നടക്കുന്നത് ഇല്ലായ്കയാൽ ലൗകിക മനുഷ്യർ മരിക്കുന്നു. ക്ഷീണവും സംശയങ്ങളും കഷ്ടതയുമൊക്കെ നാം സ്വയമേവ അവനിൽ നിന്നും ഏറ്റെടുക്കുന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളിലാണ് നാം കൂടുതൽ പ്രവർത്തിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം നിന്നോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ? സാത്താൻ അയക്കുന്ന തിരമാലകളിൽ മുഴുകിക്കഴിയുന്ന മനുഷ്യാത്മാവും ലോകവും ചോദിക്കുന്നു, എന്ത് പ്രയോജനത്തിനു വേണ്ടി? ഈ ലോകം മുങ്ങിത്താണുകൊണ്ടേയിരിക്കുന്നു.
എന്നാൽ ദൈവത്തോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ട ആത്മാവ് മുങ്ങിത്താഴുകയില്ല. ആത്മീയമായ ക്ഷീണം കൊണ്ട് അത് അല്പസമയത്തേക്ക് അന്ധകാരത്തിൽ ആണ്ടുപോയി എന്നു വരും. എന്നാൽ അത് പൂർവാധികം കരുത്തോടും കാന്തിയോടും കൂടി വീണ്ടും പ്രവർത്തിക്കും. അന്ന് നീ പറഞ്ഞല്ലോ, എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ എനിക്കിനി കഴിയുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ക്ഷീണത്തിന്റെ ഒരു പ്രതിഫലനമായിരുന്നു അത്. നല്ലത് ചെയ്യാൻ ഒരിക്കലും കഴിയില്ലായിരിക്കാം, പക്ഷേ ഞാൻ എപ്പോഴും ഞാൻ തന്നെയാണ്. എന്നാൽ എന്റെ ജിഹ്വയായി പ്രവർത്തിക്കാൻ നിനക്ക് എപ്പോഴും കഴിയും. ഞാൻ നൽകുന്ന സമ്മാനത്തെ ഏറ്റവും വില കൂടിയ ഒരു രത്നത്തെ എന്നവണ്ണം അത്യാഗ്രഹത്തോടെ മൂടി വയ്ക്കുകയോ വിവേകമില്ലാതെ വിനിയോഗിക്കുകയോ മാനുഷികമായ പരിഗണനകളാൽ ഉണ്ടാവുന്ന അലസത മൂലം അതിന് വേണ്ടത്ര സംരക്ഷണം നൽകാതിരിക്കുകയോ ചെയ്യുമ്പോൾ ആ സമ്മാനം ലഭിച്ചവരോട് ഞാൻ പറയും, മതി, ഇത്രയും മതി. പിന്നെ ഞാൻ ആ വ്യക്തിക്ക് സമ്മാനം നൽകുകയില്ല. എന്നാൽ എനിക്ക് പ്രിയപ്പെട്ട നിന്റെ എളിയ ആത്മാവ് ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇപ്പോഴത് പെരുമഴയത്ത് വിരിഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചു പൂവിനെ പോലെയാണ്. നിന്നെ ഇങ്ങനെ തലോടുമ്പോൾ നിനക്ക് എന്റെ സ്നേഹത്തിൽ സംശയം തോന്നുന്നുണ്ടോ? സന്തോഷമായിരിക്കുക. യുദ്ധകാലത്ത് നീ എന്നെ സഹായിച്ചു. എന്നെ വീണ്ടും സഹായിക്കുക. എനിക്കിനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദീർഘമായ ആ കൈകളുടെ തലോടൽ എന്നെ സാന്ത്വനപ്പെടുത്തി. എന്റെ ഈശോയുടെ അത്യന്തം ദയാപൂർവമായ പുഞ്ചിരി എന്നെ ആശ്വസിപ്പിച്ചു. നിഷ്കളങ്കനായ അവിടുന്ന് എന്റെ എല്ലാമാണ്.